രാത്രി രാമചന്ദ്രൻ, രവീന്ദ്രൻ, രാജശേഖരൻ വനത്തിലോട്ട് പോകുന്നു. അപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചു, അയാൾ എന്തിന് ഈ കാട്ടിൽ വരാൻ പറഞ്ഞത്? അപ്പോൾ അവിടെ കുറേ സർപ്പങ്ങൾ വരാൻ തുടങ്ങി. രവീന്ദ്രൻ പറഞ്ഞു, ചേട്ടാ, ഇവിടെ കുറേ പാമ്പുകളാണ്. അപ്പോൾ രാജശേഖരൻ പറഞ്ഞു, ആ രത്നമുള്ളത് കൊണ്ടാണ് ആ സർപ്പങ്ങൾ വരുന്നത്. നമുക്ക് ഇവിടുന്ന് പോകാം. 3 പേരും അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നു. അവരെ ഒരു വലിയ സർപ്പം പിന്തുടർന്നു. അത് സ്വർണയായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, ചേട്ടാ, നമ്മളെ ഒരു സർപ്പം പിന്തുടരുന്നുണ്ട്. വേഗം നമുക്ക് പോകാം ചേട്ടാ, വാ. 3 പേരും കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സ്വർണ ആ കാറിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ സർപ്പം അവരുടെ കാറിൻ്റെ മുന്നിൽ വന്നു. 3 പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവർ പൗർണിമപുരത്തെത്തി. സ്വർണ അവളുടെ വാൽ വെച്ച് രാമചന്ദ്രനെ അടിച്ചു. രാമചന്ദ്രൻ നിലത്ത് വീണു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന രത്നം ദൂരേക്ക് തെറിച്ചു വീണു. ഇതെല്ലാം നയന മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം പൗർണിമപുരത്തിൽ ആ അറയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. മുകളിൽ നിന്ന് നയന പറഞ്ഞു, ആ രത്നം താഴെ വീണിട്ടുണ്ട്. അത് എങ്ങനെയും വേഗം പോയെടുക്കണം. നയന അതെടുക്കാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം ജ്യോതി പുറത്തേക്ക് വരുന്നു. പുറത്ത് വരുമ്പോൾ നിലത്ത് എന്തോ തിളങ്ങുന്നത് കാണുന്നു. അപ്പോൾ ജ്യോതി പറഞ്ഞു, ഇതെന്താ സംഭവം? താഴെ കിടന്ന് എന്തോ തിളങ്ങുന്നുണ്ടല്ലോ, ഞാൻ പോയി നോക്കട്ടെ. ജ്യോതി അത് പോയി നോക്കി. പോയി നോക്കുമ്പോൾ ആ രത്നം കിടന്ന് തിളങ്ങുകയായിരുന്നു. ജ്യോതി പറഞ്ഞു, ഇതെന്താ സംഭവം? നീ വീടിന് മുന്നിൽ ഇതെങ്ങനെ വന്നു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ജ്യോതി അത് കയ്യിലെടുത്തപ്പോൾ അതിൽ നിന്നും പ്രകാശം വരാൻ തുടങ്ങി. ജ്യോതി പറഞ്ഞു, ഈശ്വര, എന്തിത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താ ഇത്? അപ്പോൾ ആ രത്നം തിളങ്ങുവാൻ തുടങ്ങി. സമയം 12 മണിയായി. ആ രത്നത്തിൽ നിന്നും ശക്തികളെല്ലാം ജ്യോതിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതെന്താ സംഭവിക്കുന്നേ? ജ്യോതിക്ക് ശരീരം നല്ല വേദന എടുക്കാൻ തുടങ്ങി. ആ രത്നത്തിൽ നിന്നും കുറച്ച് ശക്തികൾ ജ്യോതിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആ രത്നത്തിലെ ശക്തികൾ ജ്യോതിക്ക് ലഭിക്കുന്നു. ഇതേ സമയം പൗർണമിപുരത്തിലെ ആ അറയിൽ നിന്നും ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. ആ രത്നം എത്തേണ്ട കൈകളിൽ തന്നെ എത്തിക്കഴിഞ്ഞു. ജ്യോതി, നീ വേണം ആ രത്നം സംരക്ഷിക്കാൻ. ആ രത്നം നീ തന്നെ സംരക്ഷിച്ചേ പറ്റൂ. പോ ജ്യോതി, പോ. ആ രത്നം എവിടെയാണ് വെക്കേണ്ടത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കൂ ജ്യോതി. എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ അറയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. പോ ജ്യോതി, പോ. അടുത്ത വാരം കാണൂ വാസുകിയിൽ. നയന പ്രതികാരം പൂർത്തിയാക്കുവാൻ തീരുമാനിക്കുന്നു. ജ്യോതിക്ക് ലഭിച്ച ആ മഹാശക്തികൾ എന്ത് ശക്തികളായിരിക്കും? കാണൂ വാസുകി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.